സംസ്ഥാനത്ത് ഭരണമാറ്റം സംഭവിച്ചതോടെ പോലീസിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യതയേറുകയാണ്. തലപ്പത്ത് മാറ്റം ഉറപ്പായതോടെ സുപ്രധാന പദവികൾ ഉറപ്പിക്കാൻ ഉദ്യോഗസ്ഥരും നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇടതു സർക്കാർ മാറ്റി നിർത്തിയിരുന്ന ഉദ്യോഗസ്ഥരെ പ്രധാന പദവികളിലെത്തിക്കാനാണ് നിലവിൽ ആലോചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തലപ്പത്ത നിയമനങ്ങളിലും മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. കാലാവധി പൂർത്തിയാകും വരെ റവാഡ ചന്ദ്രശേഖർ തുടരുമെങ്കിലും അദ്ദേഹം DGP സ്ഥാനത്ത് തുടർന്നേക്കും. ADGP സ്ഥാനത്ത് പക്ഷേ മാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. കാണാം തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB തയ്യാറാക്കിയ റിപ്പോർട്ട്. കസേര ഉറപ്പിക്കാൻ ചരടുവലി. LDF സർക്കാരിന്റെ കാലത്ത് പല CPIM നേതാക്കന്മാർക്കും ഗവൺമെന്റ്മാരെ വാരിക്കോരി അനുവദിച്ചിരുന്നു. സുരക്ഷാ ഭീഷണിയുടെ പേരിലായിരുന്നു ഈ നടപടികൾ. പുതിയ സർക്കാർ വരുന്നതോടെ ഈ ഗവൺമെന്റ്മാരെ തിരികെ വിളിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് സേനയിൽ. UDF സർക്കാർ അധികാരമേൽക്കുന്നതോടെ സംസ്ഥാന പോലീസിൽ വൻ അഴിച്ചുപണിയുണ്ടാകും. DGPയെ നിലനിർത്തിയാലും ക്രമസമാധാന ചുമതലയുള്ള ADGP ഉൾപ്പെടെ പ്രധാന കസേരകളെല്ലാം ഇളക്കി പ്രതിഷ്ഠിക്കും. ഇടത് സർക്കാർ മാറ്റി നിർത്തിയിരുന്ന ഉദ്യോഗസ്ഥരെ പ്രധാന പദവികളിലേക്ക് എത്തിക്കാനാണ് ആലോചന. സംസ്ഥാന പോലീസ് മേധാവി പദവിയിൽ റവാഡ ചന്ദ്രശേഖറിന് ഇനി 15 മാസം കൂടി കാലാവധിയുണ്ട്. അതിനു മുൻപ് അദ്ദേഹത്തെ മാറ്റാമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമായതിനാൽ DGPയായി റവാഡ ചന്ദ്രശേഖർ തുടർന്നേക്കും. അദ്ദേഹം വിരമിക്കുന്ന 2027 ജൂലൈയിലാണ് UDF സർക്കാരിന് സ്വന്തം DGPയെ നിയമിക്കാൻ അവസരം ലഭിക്കുക. ആ പദവിയിലേക്ക് മനോജ് എബ്രഹാം എത്താനാണ് സാധ്യതകൾ ഏറെയും. മുഖ്യമന്ത്രി ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇതുവരെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു പടി മുന്നേ ഇറങ്ങിയിരിക്കുകയാണ് കേരള പോലീസ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്ന RCക്കും VDക്കും ഇതിനോടകം തന്നെ പൈലറ്റും എസ്കോർട്ടും അനുവദിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പാക്കാൻ സാധിക്കാത്തതിനാൽ ഇരുവരും അത് സ്വീകരിച്ചിട്ടില്ല. നിലവിൽ സംസ്ഥാനത്ത് ഇല്ലാത്തതുകൊണ്ട് മാത്രം KC വേണുഗോപാലിന് ഈ രണ്ടും അനുവദിച്ചിട്ടില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGPയെ P വിജയൻ എത്താനും സാധ്യതകൾ ഏറെയാണ്. യോഗേഷ് ഗുപ്തയും സുപ്രധാന പദവിയിലേക്ക് എത്തിയേക്കും. എന്നാൽ പുനർജനി തട്ടിപ്പ് ആരോപണത്തിൽ VD സതീഷിനെതിരായ റിപ്പോർട്ട് തയ്യാറാക്കിയത് യോഗേഷ് ഗുപ്ത വിജിലൻസ് മേധാവിയായിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ച പോലീസ് സേന, ആ പോലീസ് സേനയെ അടിമുടി മാറ്റാൻ ഒരുങ്ങുകയാണ് UDF. പല നിർണായക പദവികൾ നേടിയെടുക്കാനും ഉള്ളവ നിലനിർത്താനുമുള്ള നെട്ടോട്ടത്തിലാണ് പല മുതിർന്ന ഉദ്യോഗസ്ഥരും. ADGP മുതൽ SI വരെയുള്ള പദവികളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ്. ഇതിനായി ഗവൺമെന്റ്മാരുടെ എണ്ണം സംബന്ധിച്ച കണക്കുകൾ പോലീസ് ആസ്ഥാനത്ത് ശേഖരിച്ചു തുടങ്ങി. CPM നേതാക്കളായ EP ജയരാജനും P ജയരാജനും കടകംപള്ളി സുരേന്ദ്രനും നിലവിൽ 2 ഗവൺമെന്റ്മാർ വീതമുണ്ട്. ഇതിൽ P ജയരാജന് മാത്രമാണ് സുരക്ഷാ ഭീഷണിയുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു CPM കൗൺസിലർക്ക് പോലും വ്യക്തമായ കാരണങ്ങളില്ലാതെ ഗൺമാനെ അനുവദിച്ചിട്ടുണ്ട്. ഇടതു ഭരണകാലത്ത് മാറ്റി നിർത്തപ്പെട്ടവർക്ക് മുൻഗണന നൽകിക്കൊണ്ടാകും SI, CI, DYSP സ്ഥലം മാറ്റങ്ങൾ. ജൂൺ ആദ്യത്തോടെ തന്നെ പോലീസിൽ പുതിയ മുഖങ്ങൾ ഉണ്ടാകും. ജിബിൻ JB, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.